ഇടിപെട്ട് കഞ്ഞിക്കട. ആഹാ, ആ തൈരൊക്കെ ഒഴിച്ച്. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ വ്യത്യസ്തമായ ഒരു കഞ്ഞിക്കടയെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കോട്ടയത്ത് സെൻട്രിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്തും ഫോട്ടോഗ്രാഫറായ ഷിജോയും അവർ സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന ഒരു പ്രീമിയം കഞ്ഞിക്കട, ഇടിപെട്ട് കഞ്ഞിക്കട. അതിൻ്റെ ഇൻറ്റീരിയൽ വർക്ക് തന്നെ മതി നമുക്ക്. ഞാൻ പറയാം, സാധാരണ കഞ്ഞിക്കട പോലെയല്ല ഇത്. കഞ്ഞിക്കട എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷൽ വരുമല്ലോ, ഇതൊരു പ്രീമിയം കഞ്ഞിക്കടയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടില്ല, ഇൻറ്റീരിയലൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കഞ്ഞിക്കട. അടുക്കളയൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ്, ചേട്ടന്മാരൊക്കെ നല്ല വൃത്തിയോടുകൂടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുക്കള കണ്ടോ, എല്ലാം നല്ല ഹൈജീനിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ്ടോ. വറ്റൽമുളകൊക്കെ സെറ്റ് ചെയ്ത്, തൈരുമുളക്, കഞ്ഞിയൊക്കെ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ഉച്ചയായി എടുക്കുമ്പോൾ ഇനി ഇരിക്കുകയാണ്, വൈകിട്ട് വരെ ഉണ്ട് സംഭവം. അങ്ങനെ ഇരിക്കുന്നു. അതാണ് എല്ലാം നല്ല ഹൈജീനിക്കായിട്ട്. ചേച്ചിമാരൊക്കെ ആണെങ്കിൽ തന്നെ കണ്ടോ, നല്ല വെൽ ഡ്രസ്ഡ്, എല്ലാം ക്യാപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവരെല്ലാം നിൽക്കുന്നത്. അതുപോലെ നല്ല വൃത്തിയും ഭംഗിയുമുള്ള ഒരു കഞ്ഞിക്കട. കഞ്ഞിക്കടയുടെ പേര് പറഞ്ഞില്ലല്ലോ, കാന്താരി കഞ്ഞിക്കട. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാണ് ഇവരുടെ കസ്റ്റമർ സർവീസ്. കണ്ടോ, കസ്റ്റമറോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് അവരോട് കുശലങ്ങൾ അന്വേഷിച്ച് ആണ് എല്ലാം ചെയ്യുന്നത്. അടിപൊളിയാണ്, അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് അവരുടെ മെനു. കഞ്ഞി വിവിധയിനം കഞ്ഞികളാണുള്ളത്. സൂപ്പറാണ്. ഞങ്ങൾ റെഡി ആയിട്ടിരുന്നു. എൻ്റെ ആംബിയൻസ് ഒക്കെ ഉണ്ട്, നല്ല പ്രീമിയം ഹോട്ടലിൻ്റെ ഒരു ആംബിയൻസിൽ തന്നെ കയറി എൻ്റെ കഞ്ഞി വന്നു. ഞാൻ തൈര് കഞ്ഞിയാണ് പറഞ്ഞത്, തൈര് കഞ്ഞി. അതിൻ്റെ കൂടെ വൻപയർ, പപ്പടം, കപ്പ, അച്ചാറ്, പുള്ളിക്കാരി പഴയങ്കഞ്ഞി പറഞ്ഞു. ഞങ്ങൾ പഴയങ്കഞ്ഞിയുടെ ഒരു ആൾക്കാരാണല്ലോ, ഫേവററ്റ് ആണല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. കഞ്ഞി കുടിക്കുക എന്നുള്ള ഞങ്ങളൊരു ഇഷ്ടവിനോദമാണ്. കൂടെ മത്തി ഫ്രൈ, ഒരു താറാവ് ഓംലെറ്റും പറഞ്ഞു. അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പർ. ആഹാ, ആ തൈരൊക്കെ ഒഴിച്ച് പുള്ളിക്കാരി ഉപ്പൊക്കെ ഇട്ട് കണ്ടോ, പഴയങ്കഞ്ഞിയല്ലേ, അപ്പം നല്ല സെറ്റാക്കിയാണ് കുടിക്കുന്നത്. വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ ആംബിയൻസാണ് പറയാതിരിക്കാൻ പറ്റാത്തത്. നല്ല കേടു ആംബിയൻസ്. ഞാൻ കഞ്ഞി കുടിച്ചു. തൈര് കഞ്ഞിയായിരുന്നു, തൈര് ഇട്ട് ഇളക്കിയ കഞ്ഞി. ആഹാ, ഒരഭിപ്രായം പറയേണ്ടായിരുന്നു, ഒരു ഉണക്കമീനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനെ. ഞങ്ങളതിവിടെ പറഞ്ഞു കേട്ടോ. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാണ് അവർ ഉടനെ ചെയ്യുമെന്ന് പറഞ്ഞു. അടിപൊളി, സൂപ്പറായിരുന്നു. കഞ്ഞി ഒക്കെ നല്ല ആംബിയൻസ് കണ്ടോ, ഒരു നൊസ്റ്റാൾജിക് ആംബിയൻസ് ഒക്കെ വെച്ച്. ഇതുപോലൊരു കഞ്ഞിക്കട നമ്മുടെ അവിടെ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കോപ്പയെടുത്ത് സാധാരണ കമത്തുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളാണ് കോപ്പയൊക്കെ എടുത്ത് കമത്തുന്നത്. വയറ് നിറഞ്ഞെങ്കിൽ അയ്യോ, വയറ് ഫുള്ളായിപ്പോയി കേട്ടോ. പുള്ളിക്കാരിക്ക് നല്ലതാണ് ഇഷ്ടപ്പെട്ടത്. സാധാരണ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായിപ്പോയി. ഇവരുടെ അത് കണ്ടോ, ആ വെള്ളം വെച്ചിരിക്കുന്ന കുപ്പി തന്നെ ഒരു യൂണീക്ക് സ്റ്റൈലാണ്. അവരുടെ നമ്മുടെ ജീരകവെള്ളം കൈ കഴുകുന്ന സ്ഥലമാണെങ്കിലും വാഷ് ബേസിനൊക്കെ നല്ല അടിപൊളി ഇൻറ്റീരിയലൊക്കെ ചെയ്ത് കണ്ടോ. വാഷ് ബേസിനൊക്കെ നല്ല സൂപ്പർ, എല്ലാം നല്ലോണം അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രീമിയം കഞ്ഞിക്കട. എല്ലാവരും പോകണം കേട്ടോ, എല്ലാവരും പോകാതിരിക്കാൻ പറ്റില്ല. അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കടയാണ്. വെറൈറ്റി കഞ്ഞികൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും പോകണം. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ BCM കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി. ഓപ്പോസിറ്റ് നേരെ അങ്ങോട്ട് വഴിയുണ്ട്, SBയുടെ സൈഡിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയുടെ ഓപ്പോസിറ്റ് ആ കടകൾ, ആ നേരെ ഓപ്പോസിറ്റുള്ള വഴി നേരെ കുറച്ച് അങ്ങ് പോകണം. നേരെ അങ്ങ് ചെല്ലുമ്പോഴത്തേനാണ് വെള്ളാപ്പള്ളി ലൈൻ എന്ന് പറയുന്ന വഴി. നേരെ അങ്ങ് പോവുക, അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ. കാന്താരി കഞ്ഞിക്കട. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. താങ്ക് യു.